ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ഡിസംബർ 25 ഒരു ക്രിസ്മസ് ലോകമെമ്പാടും കൂടി ആഘോഷിക്കുന്നു. വിവിധ സഭകളിൽ അവർ കാരൽ റൗണ്ട്സ് ഇറങ്ങി പാട്ടുപാടി ദൈവത്തിൻ്റെ ജനനത്തെ അവർ അറിയിച്ച് സന്തോഷിക്കുന്നു. ഭവനങ്ങളിൽ പലവിധമായ ഡെക്കറേറ്റീവ് തിങ്സ്, കളർഫുൾ സ്റ്റാർസ്, ക്രിസ്മസ് ട്രീ, പിന്നെ പുൽത്തൊട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ആകാശത്തെ ഭൂമിയും ഒരു വാക്കുകളാൽ 7 ദിവസം കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മെ പാപത്തിലിരുന്നും ശാപത്തിലും ഇരുന്ന് പൈശാചിക ബന്ധനത്തിന് വിടുവിക്കുവാൻ വേണ്ടി അവതരിച്ച ഒരു ദിവസം. മുമ്പേ അന്ന് ആദവും ഹവ്വയും പാപം ചെയ്തപടിയാൽ നാം പിതാവിന് ശത്രുക്കളായി മാറിയപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു വരവാൽ നാം ദൈവത്തിൻ്റെ ശത്രുതയെ മാറി അബ്ബാ പിതാവെ വിളിക്കുന്ന ഒരു പുത്രസ്വീകാരത്തെ ദൈവം നമുക്ക് തന്ന ഒരു വലിയൊരു അനുഗ്രഹം. ഇന്ന് അനേകർ ക്രിസ്മസ് ആഘോഷിക്കുന്നു, അത് തെറ്റല്ല. പക്ഷേയോ അവർ ദൈവം എന്തിനാണ് വന്നത് അപ്രകാരം ജീവിക്കണം ഒരു ചിന്തയില്ലാതെ ജീവിക്കുന്നത് അത് ഒരു തെറ്റായ കാര്യം. ദൈവം എന്തിനു വന്നു? ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ. അപ്പോൾ നാം തുടർന്ന് പാപം ചെയ്യാതെ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയോടും നമ്മുടെ എല്ലാവിധ നടക്കയിലും ഒരു പരിശുദ്ധത്തോടും ദൈവത്തിരഹിതം പ്രകാരമായിട്ട് ജീവിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ആദ്യത്തെ വരവിനെ ആഘോഷിക്കുന്ന നാം ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ വരയിൽ ദൈവത്തോട് ചേർത്ത് കൊള്ളപ്പെടുവാൻ തക്കമായ ഒരു ജീവിതം നയിക്കുകയും നാം ചെയ്യണം. പ്രിയമുള്ളവരെ, അതുമാണ് യഥാർത്ഥ ക്രിസ്മസ്. നാം നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജനനം പോലെ അല്ല ദൈവത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. അത് ആദിയിൽ തന്നെ പിതാവിനാൽ പ്രവചിക്കപ്പെട്ട ഒരു കാര്യം. ഇന്നും അനേക പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. യേശയ്യ 7-ാം അധ്യായം 14-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അനേക വർഷം മുൻപതായിട്ട് ജീവിച്ചിരുന്ന യേശയ്യ പറഞ്ഞിരിക്കുന്നു, ഇതോ ഒരു കന്യക ഗർഭവതിയാകി ഒരു കുമാരനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇമ്മാനുവേൽ എന്ന പേരിന് ദൈവം നമ്മോട് കൂടി എന്ന് അർത്ഥം. മീക 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, നീയോ ബേത്ലഹേം എബ്രാത്തെ, യഹൂദ ശരീരങ്ങളിൽ നീ ചെറിയമായിരുന്നാലും ഈ ലോകത്തെ നയിക്കുന്നവൻ നിന്നിലിരുന്ന് പുറപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്നുമായിട്ട് യേശയ്യ 9-ാം അധ്യായം 6-ാം വചനം വായിച്ചു നോക്കുമ്പോൾ, നമുക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ മേലിരിക്കും, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇന്നും യെരമ്യാ 23-ാം അധ്യായം 5-ാം വാക്യവും 31-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കൂടി ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കന്യക മറിയയ്ക്ക് വിവാഹം യോസേപ്പ് പിതാവിനോട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയിൽ യോസേപ്പ് പിതാവ് അറിയപ്പെടുന്നു. അവർ കൂടി വരുന്നതിന് മുമ്പേ ഗർഭവതിയായി എന്ന്. അദ്ദേഹം നീതിമാനായിരുന്ന പടിയാൽ ഈ കന്യക മറിയമ്മയെ രഹസ്യമായിട്ട് തള്ളിവിടാം എന്ന് ചിന്തിച്ചിരിക്കുന്ന വേളയിൽ ഗബ്രിയേൽ വെളിപ്പെടുന്നു. അദ്ദേഹം സംസാരിക്കും, ഇത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നത്, അവളെ ചേർത്തുകൊള്ളാൻ ഭയപ്പെടേണ്ട എന്ന് അദ്ദേഹത്തിന് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തു, കൺഫ്യൂർ ചെയ്തു ഒരു ആലോചന കൊടുക്കുന്നു. ഇന്നും സന്ദർഭങ്ങളിൽ ഒരു ആപത്ത് വരുന്നതിന് മുന്നറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നാമും കൂടി പരിശുദ്ധാത്മാവോട് കണക്റ്റഡായിട്ട് ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ക്രിസ്മസ് എന്ന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. പരിശുദ്ധാത്മാവോട് കണക്റ്റഡായിട്ടൊരു ജീവിതം നയിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്കുംപടി പരിശുദ്ധാത്മാവ് സകലവും നമ്മെ പഠിപ്പിക്കും. അപ്പോസ്തല പുസ്തകം 1-ാം അധ്യായം 8-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങുമ്പോൾ നമ്മിൽ ദൈവം ശക്തി പ്രാപിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമർ 8:26 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബലവീനത്തിൽ നമ്മെ സഹായിക്കുക മാത്രമല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കുന്നു. അന്ന് നോക്കുമ്പോൾ ഔസേപ്പ് പിതാവ് ഓരോ സത്രമായിട്ട് പോയി നടന്നു, അവർക്കൊരു സ്ഥലം കിട്ടുമോ എന്ന്. പക്ഷേ അവർക്ക് ലഭിച്ചില്ല. അതേപോലെ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ. പ്രിയമുള്ളവരെ,
ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ഹൃദയമത്രേ ദൈവത്തിൻ്റെ ആലയം, അതിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അന്ന് ഔസേ പിതാവിന് സത്രം അവർ കൊടുത്തില്ല. കാരണം അത് ആരാണ് ജനിക്കുന്നത് എന്ന് അവർ അറിയാതിരുന്നു. ഇന്ന് നാമും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി കൊടുക്കണം. വെളിപ്പാട് സുവിശേഷം 3-ാം അധ്യായം 20-ാം വചനം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഒരുവൻ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തായി വാതിൽ നിന്ന് തട്ടുന്നു. നാം ദൈവത്തിന് സ്വീകരിക്കുമോ, നാം ദൈവത്തെ നിരസിക്കുമോ? അന്ന് ദൈവത്തിന് ഒരു സ്ഥലം കൊടുക്കുവാൻ ഒരുവരും തയ്യാറായില്ല. ഒരു മാട്ടുതൊഴുത്തിൽ ദൈവം ജനിച്ചു. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, നാം അത് ഇടം കൊടുക്കുമോ? നമ്മൾ ഒരു പക്ഷേ പറയാം, അയ്യോ ഞാൻ ജനിച്ചതുകൊണ്ട് ഒരു ക്രൈസ്ത്യാനിയാണ്, എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്ന്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പാപം ഇരിക്കുമെങ്കിൽ ദൈവം അതിൽ വസിക്കത്തില്ല. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 22 വചനം നാം വായിച്ചു നോക്കുമ്പോൾ ദുർചിന്തക, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിലിരുന്ന് പുറപ്പെട്ടു വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മത്തായി 15:18 മുതൽ 19, മർക്കോസ് 7:21 മുതൽ 23 വരെ വായിക്കുമ്പോൾ നാം അവിടെ വായിക്കും, ഇങ്ങനെ പറ്റവർ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം അത് വസിക്കത്തില്ല. നാം ഇവയൊക്കെ മാറ്റി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ നാം ദൈവത്തോട് അപേക്ഷിക്കണം. ഒരു പരിശുദ്ധമായിരിക്കണം. എപ്പോൾ നാം പാപം ചെയ്യുന്നു അപ്പോൾ നാം ദൈവത്തെ ആത്മാവിനെ ദുഃഖിക്കുകയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇത് വിട്ട് വിലകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, നമുക്ക് ഈ അനിത്യമായ പാപം വേണോ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരണോ എന്ന്. എപ്പം ദൈവം വെറുക്കുന്ന, ദൈവം പ്രിയപ്പെടാത്ത സ്വഭാവങ്ങൾ നമ്മിൽ ഇരിക്കുന്നു, അപ്പോൾ ദൈവം ദുഃഖിക്കുകയും ദൈവം പുറത്തു പോകുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത വാശി, വൈരാഗ്യം, ദേഷ്യം, മറ്റുമായ പാപകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കത്തില്ല. ദൈവം വിട്ട് വിലകിപ്പോകും. നാം നിൽക്കുവാൻ വേണ്ടി നാം ദൈവത്തിന് വേണ്ടി എന്തും ത്യാഗം സഹിച്ച് ഒരു പരിശുദ്ധ ജീവിതം നയിക്കും എന്ന് നാം തീരുമാനമെടുക്കുമോ? അല്ല, ദൈവം പോയിക്കോട്ടെ, ഞാൻ ഇന്നമും പാപത്തിൽ ജീവിക്കും, ഇന്നമും പാപകാര്യങ്ങൾ ജീവിക്കും, എനിക്ക് തോന്നിയ വഴി ഞാൻ പോകും, പൈശാചിക വഴിയിൽ പോകുമെന്ന് നാം ചിന്തിക്കുമോ എന്നൊരു കാര്യം ചിന്തിക്കണം. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നത് അല്ലാതെ വെറുതെ ഒരു ആഘോഷമല്ല, ലോകപ്രകാരമായ ആഘോഷമല്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥ ക്രിസ്മസ്. വേദവചനം പറയുന്നു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വാക്യം, ലൂക്കോസ് 6-ാം സുവിശേഷം 27 മുതൽ 36 വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങൾ ഉപദ്രവിക്കുക, നിങ്ങൾ നന്മ ചെയ്യണം, നിങ്ങൾ ശപിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ നന്മ ചെയ്താൽ ഈ ലോകത്തിലുള്ളവർ സകലരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ല, പിന്നെ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക. ഇന്ന് നാം എത്ര പേരെ നാം ശത്രുക്കളെ കാണുന്നു. നാം ഒരു വ്യക്തിയെ ശത്രു എന്ന് കണക്കാക്കിയാൽ നമ്മിൽ പിശാച് ഇരിക്കുന്നു എന്നർത്ഥം. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പിശാച്. നമുക്ക് ശത്രുത കാട്ടിക്കുവാൻ ഒരേ ഒരു വ്യക്തി, അത് പിശാച്. നമുക്ക് വെറുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അത് പാപകാര്യം. നമ്മുടെ എനിമി ലിസ്റ്റിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലില്ല. ഇന്ന് എത്ര പേർ തൻ്റെ സഹോദരങ്ങളെ ശത്രുക്കളായി കാണുന്നു, സഹോദരങ്ങളോട് സംസാരിക്കുന്നില്ല, സഹോദരങ്ങൾക്ക് ഒരു സഹായം ചെയ്യുന്നില്ല. കുടുംബത്തിൽ എത്ര ശത്രുതകൾ, അയൽവക്കക്കാർ എത്ര ശത്രുക്കൾ, നാം പോകുന്ന ഇടവകൾ എത്ര പേർ ശത്രുക്കളായിരിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പേർ ശത്രുക്കളായി മാറിയിരിക്കുന്നു. ആരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വെറുപ്പ്, അവരെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യവും ദേഷ്യവും നമ്മുടെ മുഖവും മാറുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. നാം ദൈവത്തിൽ വസിക്കണമെങ്കിൽ നാം ഒരു പരിശുദ്ധ ജീവിതം നയിക്കണം, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. അത് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം, വേദവചനം വായിക്കണം, വേദവചനം ധ്യാനിക്കണം. അപ്പോൾ മാത്രമേ നമുക്കൊരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ,
ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവമുണ്ടായിരിക്കണം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എപ്പോൾ നാം പാപം ചെയ്തു അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ വിട്ട് വിലകി പോകും. അതുകൊണ്ട് പാപം ചെയ്യാതെ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക. അന്ന് വിശുദ്ധ മാതാവ് ഈ ഒരു കാര്യത്തെ ഏറ്റെടുക്കുമ്പോൾ അത് ഏറെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. ആ മാതാവിന് ദൈവം ഒരവസരം കൊടുക്കുമ്പോൾ, കാരണം ആ മകളിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധി. പക്ഷേ എങ്കിലോ ആ മകൾ ഏറ്റെടുത്ത ഒരു ടാസ്ക് ഒരു ഭയങ്കരമായ കാര്യം. കാരണം ആ കാലത്തിൽ കല്യാണമായി കൂടി വരുന്ന മുമ്പേ ഗർഭവതിയാകുമ്പോൾ എത്രമാത്രം ഹ്യൂമിലേഷൻസ്, എത്രമാത്രം മോശപ്പെട്ട വാക്കുകൾ, എത്രമാത്രം ഇൻസൾട്ട്സ് ആ മകൾ കേട്ടിരിക്കും. പക്ഷെ എല്ലാം തൻ്റെ ദൈവത്തിന് വേണ്ടി സഹിച്ചു. ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ, ആ ഒരു വഴിയിൽ പോകുവാൻ ആ മകൾ വന്നിട്ട് തയ്യാറായി. അതേപോലെ നാമും നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. യേശു ജനിക്കുമ്പോൾ ഈ ലോകം നമുക്ക് എതിർ ശത്രുക്കളായി മാറും, പിശാചിൻ്റെ ശത്രുവായി മാറും. പിശാച് അനേകരെ നമുക്ക് എതിരായിട്ട് കൊണ്ട് നിർത്തും. നാം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായിട്ട്, ചെയ്യാത്ത കാര്യം ചെയ്തതായിട്ട് പലർ നമുക്ക് ശത്രുക്കളായി മാറും. ഒരു കാരണമില്ലാതെ ശത്രുക്കളായി മാറും. ഒരു കാരണമില്ലാതെ വെറുക്കുകയും ചെയ്യും. നാം എല്ലാം അത് ദൈവത്തിന് വേണ്ടി സഹിച്ച് അന്ന് മാതാവ് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ തന്നെ അർപ്പണിച്ച് അവസാനത്തോളം ചെയ്തതുപോലെ നാമും കൂടി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. അല്ലാതെ ഈ ലോകപ്രകാരമായിട്ട് ഈ ഒരു സെലിബ്രേഷൻ, ആ സെലിബ്രേഷൻസ് വേണ്ട എന്ന് പറയുന്നില്ല. ആ സെലിബ്രേഷൻ ചെയ്യുന്നതിലൊന്നും ദൈവത്തിന് ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കണമെന്ന് ഒരു വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ തിരുഹിതം പ്രകാരമായിട്ട് ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവോട് കണക്റ്റഡായിട്ടൊരു ലൈഫോട് ജീവിക്കുകയും ദൈവത്തിൻ്റെ വരയിൽ ദൈവത്തോട് നിത്യമായിട്ട് ചേർത്ത് കൊള്ളപ്പെട്ടവരിൽ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ക്രിസ്മസിൽ നമുക്ക് എപ്പോഴും ഒരു തീരുമാനമെടുക്കാം, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവം വസിക്കണം. ദൈവം പുറമേ പോകുന്ന തക്കവണ്ണത്തിൽ ഒരു പാപവും ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് ആ ഒരു ദൈവീക സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മറ്റിൽ കാണിക്കണം. നമുക്ക് ദ്രോഹം ചെയ്യുന്നവർ, നമ്മെ എതിർക്കുന്നവരെ നാം സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്വഭാവം കാണിച്ച് നാം മൂലമായിട്ട് മറ്റുള്ളവർ ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ജീവിക്കണം. അതുമായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവിധ ക്രിസ്മസ് ആശംസകൾ പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ക്രിസ്മസ് ദൈവം നല്ലൊരു ക്രിസ്മസ് ആഘോഷം തന്ന് നിങ്ങൾ ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.